താങ്കൾ ഒരു ടൈപ്പ് ഹിംസയുടെ കാര്യം പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ലൈഫിൽ ചില പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ചിലർ കീടങ്ങളെയും പ്രാണികളെയും ഒന്നും കൊല്ലില്ല. പക്ഷേ അവർ ബിസിനസ് ചെയ്യുമ്പോൾ അവർ വലിയ വലിയ ബിസിനസ്സുകൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരുതരം ബിസിനസ് ചെയ്യുന്ന ഡയമണ്ട് ബിസിനസ് ചെയ്യുന്നു. അതിലേർപ്പെടുമ്പോൾ ഗവൺമെൻറ്റിനെ മോഷ്ടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരാളെ ചീറ്റ് ചെയ്ത് അവരുടെ പണം തട്ടിയെടുക്കാം. അവനെ സംബന്ധിച്ച് അത് ഹിംസയാണെന്ന് തോന്നുന്നേയില്ല. അവർക്കത് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല എന്നുള്ളതിലാണ് അത്ഭുതം. പക്ഷേ സത്യത്തിൽ അതും ഒരു വിധത്തിൽ ഹിംസ തന്നെയാണല്ലോ. ആർക്കെങ്കിലും നന്മ ചെയ്യുന്നതിന് പകരം അവരുടെ മനസ്സ് വേദനിപ്പിക്കുകയും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് മനുഷ്യൻ ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ആരെങ്കിലും ദുഃഖിപ്പിക്കുന്നതും അവയെല്ലാം ഹിംസയിൽ ഉൾപ്പെടുന്നു. അത് വലിയ തരത്തിലുള്ള ഹിംസയാണോ? എന്തുകൊണ്ടെന്നാൽ അതായത് ഇത് സ്ഥൂല ഹിംസയാണ്, മറ്റൊന്ന് സൂക്ഷ്മ ഹിംസയാണ്. അവർ ബുദ്ധി ഉപയോഗിച്ച് കൊല്ലുന്നു, ബുദ്ധി കൊണ്ട് കൊല്ലുന്നു. അവർ അധിക ബുദ്ധി, തീഷ്ണ അഥവാ ഷാർപ്പ് ബുദ്ധിയിലെ ഷാർപ്പ് ബുദ്ധിയുള്ളവർ ബുദ്ധി കുറവായവരെ വധിക്കുന്നു. ബുദ്ധിയെ വളരെയധികം മിസ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഫലം ഏറ്റവും ഭാരമുള്ളതായിരിക്കും, അല്ലേ? സ്ഥൂല ഹിംസയേക്കാൾ ഈ ഹിംസയുടെ പ്രത്യാഘാതം ഏറ്റവും ഭയങ്കരമായിരിക്കും. കൂടാതെ ഏതോ ഒരു വ്യക്തിയെ, ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ബുദ്ധി കൊണ്ട് അവർ ചീറ്റ് ചെയ്തിരിക്കുകയാണ്, പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അവർ എന്തുമാത്രം ദുഃഖിക്കുന്നുണ്ടാവും അത് ഇയാൾക്ക് മനസ്സിലാക്കാനാവുന്നില്ല. അതിൻ്റെ ഫലം ഏറ്റവും കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ പണവും സമ്പത്തും സന്തോഷവും എല്ലാം വരുന്നുണ്ടാവും. പക്ഷെ അവയ്ക്കെല്ലാം ഒരു റിട്ടേൺ തീർച്ചയായും ഉണ്ടാവും. ഈശ്വരൻ്റെ നിയമം എന്താണ്? നിങ്ങൾ ആത്മസുഖം കൊണ്ടല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ അനാത്മാവ് കൊണ്ട് നിങ്ങൾ ഏത് വിധത്തിലുള്ള സുഖം അനുഭവിച്ചാലും അത് നിങ്ങൾ റീപേയ്മെൻറ്റ് ചെയ്തേ പറ്റൂ. എങ്ങനെയൊക്കെയാണോ നേടിയത് അങ്ങനെയൊക്കെ കൊടുക്കേണ്ടതായി വരും. അങ്ങനെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വൻതോതിൽ റീപേയ്മെൻറ്റ് ചെയ്തേ പറ്റൂ, ചെറിയ തോതിലല്ല. ഇപ്പോൾ തോന്നും ഗവൺമെൻറ്റിനെയും മറ്റ് ചിലരെയും ഒക്കെ ചീറ്റ് ചെയ്തു എന്ന്. ഇപ്പോൾ അയാൾക്ക് തോന്നില്ല എന്തെങ്കിലും പണിഷ്മെൻറ്റ് നേരിടേണ്ടി വരുമെന്ന്. എന്നാൽ ഒരു ദിവസം റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അപ്പോൾ അയാൾക്ക് സഹിക്കാൻ സാധിക്കില്ല. ആക്ഷൻ ഓർ റിയാക്ഷൻ, ഈക്വൽ ഓർ ഓപ്പോസിറ്റ്, ഇതാണ് ഓരോ കർമ്മത്തിൻ്റെയും സിദ്ധാന്തം. വെറുതെ വിടില്ല. ഈ ജന്മത്തിൽ ഉണ്ടായില്ലെങ്കിലും അടുത്ത ജന്മത്തിൽ സഹിച്ചേ പറ്റൂ. നമുക്ക് എന്തുമാത്രം അധികാരമുണ്ടോ അതിൽ യാതൊരു നഷ്ടവും ഉണ്ടാവില്ല. എന്നാൽ അതിനേക്കാൾ ഉപരി എന്ത് സമ്പാദിച്ചാലും, ആരുടെയെങ്കിലും പണമോ വീട്, സമ്പത്ത്, അവയുടെ മേൽ അധികാരം സ്ഥാപിക്കുകയാണെങ്കിൽ അത് പാപമാണ്. അവർക്കതിൽ അധികാരമില്ല. അതിൻ്റെ നേരെ തറപ്പിച്ച് നോക്കുന്നത് പോലും ഏറ്റവും വലിയ പാപമാണ്. അങ്ങനെ എന്തെങ്കിലും നടന്നാൽ അതിന് പരിഹാരം ചെയ്ത് വിമോചിതരാവണം. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് തീരുമാനിച്ച് ഉറപ്പിക്കണം. ചെയ്തു പോയതിന് സ്വയം പശ്ചാത്താപം ചെയ്യണം. ഇനി അത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധ പാലിക്കണം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സഹോദരി? ഇത് ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ളതാണ്. പല ഇൻഡിവിജ്വൽസും ഏതെങ്കിലും ഓർഗനൈസേഷനെ ചീറ്റ് ചെയ്യുന്നു. ഹൗ ഡു ദേ റീപേ ഫോർ ദാറ്റ്? Repay. They have to. You said action and reaction are equal and opposite. It's true. എന്ത് ചെയ്താലും അതിന് പ്രതിഫലം അനുഭവിച്ചേ തീരൂ.
പക്ഷേ അത് ഇൻഡിവിജ്വൽസിൻ്റെ കാര്യമാണ്. ഞാൻ ഇയാളെ ദുഃഖിപ്പിച്ചാൽ ഞാൻ ദുഃഖിക്കേണ്ടി വരും. ആരെയെങ്കിലും ചീറ്റ് ചെയ്താൽ ഞാൻ കബളിപ്പിക്കപ്പെടും. പക്ഷേ ചിലർ ഇൻഡിവിജ്വലായിട്ടല്ല, ഏതെങ്കിലും എൻറ്റൈറ്റിയെ കബളിപ്പിക്കുന്നു. ഒരു ഗവൺമെൻറ്റിനെ കബളിപ്പിക്കും, ഓർഗനൈസേഷനെ ചീറ്റ് ചെയ്യുന്നു. ഹൗ ഡു ദേ അവർക്കുണ്ടാകുന്ന റിയാക്ഷൻ എന്തായിരിക്കും? അതിനും റിയാക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇൻഡിവിജ്വൽസിന് നേരിട്ടാണ് ഉണ്ടാവുക. തീർച്ചയായും ഉണ്ടാവും, ഉണ്ടാവില്ലെന്ന് കരുതരുത്. ഗവൺമെന്റിനെ ചീറ്റ് ചെയ്യും, പക്ഷേ ഗവൺമെന്റ് റെയ്ഡ് ചെയ്യാൻ വരില്ലേ? അപ്പോൾ അയാളുടെ കുറ്റം, അയാളുടെ ഫയൽ കയ്യിൽ കിട്ടും. അപ്പോൾ സഫറിങ് എന്തായിരിക്കും? അത് അയാളുടെ ആക്ഷൻ എക്സ്പോസ് ആകുമ്പോഴല്ലേ, അപ്പോഴേ അയാൾക്ക് പണിഷ്മെന്റ് കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? അയാളുടെ മനസ്സിനകത്ത് ആ സമയത്ത് സഫറിങ് ഉണ്ടാവാതിരിക്കില്ല. ഒരു ചെറിയ ചീറ്റിംഗ് ചെയ്തിരുന്നാൽ പോലും അപ്പോൾ അയാൾക്ക് എന്തുമാത്രം അറ്റൻഷൻ വ്യതിചലിക്കുമെന്നറിയാമോ? ഞാൻ ഏത് വിധത്തിലാണ് രക്ഷപ്പെടുക എന്ന് മനസ്സിൽ പേടി തോന്നിക്കൊണ്ടിരിക്കും. അയാൾക്ക് ഭയം തോന്നും. ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക, എങ്ങനെയാണ് ഞാൻ ഒളിപ്പിച്ച് വയ്ക്കുക എന്നാലോചിക്കും. എന്നാൽ അത് ഗവൺമെൻറ്റിനെ ആയാലും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനെ ആയാലും ആരെയായാലും അതിൻ്റെ ഫലം അനുഭവിക്കാതിരിക്കാൻ പോകുന്നില്ല. അതിൻ്റെ പരിണാമം വെവ്വേറെ ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. വ്യത്യസ്തമായ ഫലങ്ങൾ ഉണ്ടായിരിക്കും. ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ചീറ്റിംഗ് നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യമാണ്. അതിനുള്ള ഫലം അനുഭവിച്ചേ പറ്റൂ. ആരോടാണോ നിങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് തന്നെ നിങ്ങളെ തേടി വരും. ഇൻഡിവിജ്വലിനോടാണ് അവിടെ നിന്ന് വരും. ഇൻസ്റ്റിറ്റ്യൂഷനോടാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരും. ഗവൺമെൻറ്റിനോടാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് വരും. എവിടെ നിന്നായാലും ഏതെങ്കിലും ഒരു രൂപത്തിൽ തേടി വരാതിരിക്കില്ല. മനസ്സിലായോ? The Jnaan we go today, and Jnaan means ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ നൽകിയ ജ്ഞാനമാണോ അതോ രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ടോ? അതൊന്ന് വിശദമാക്കാം. ജ്ഞാനത്തിൽ രണ്ടും ഒന്നാണ്, അവയ്ക്ക് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ആത്മാവിൻ്റെ കാര്യമാണ്. ഭഗവത്ഗീതയിൽ പലതരത്തിലുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. പലതരം ഡിഫറെൻ്റ് കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ആത്മാവിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കർമ്മത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിനും അതിനും വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ വേദത്തിൽ വായിച്ചു നോക്കിയാൽ ഇതേ കാര്യം തന്നെയാണ് കാണാൻ പോകുന്നത്. കൂടാതെ മനുഷ്യൻ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം താനേ ഉണ്ടായിക്കൊള്ളും. എല്ലാം പ്രത്യക്ഷമായി കാണാനാവും. പിന്നെ യോഗമുണ്ടാവും, ആത്മയോഗം ലഭ്യമാവും. പിന്നെ കർമ്മയോഗം, നമ്മുടെ കണക്കിൽ എന്തുമാത്രം കർമ്മങ്ങളുണ്ടോ അതെല്ലാം നാം പൂർത്തിയാക്കണം. ഉള്ളിൽ നിന്നല്ല ചെയ്യുന്നത്, ഞാനല്ല അത് ചെയ്യുന്നത്. സർക്കംസ്റ്റാൻസസ്, സയൻറ്റിഫിക് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, എൻ്റെ വിധിപ്രകാരമാണ് എല്ലാം നടക്കുന്നത്. എനിക്കിതിൽ ഒന്നും ചെയ്യാനില്ല, ഞാൻ നോൺ ഡൂയർ ആണ്. ഇങ്ങനെയുള്ള അവയർനെസ് എല്ലാം ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാവും. കർമ്മം ചെയ്യുന്നവൻ തൻ്റെ കർമ്മഫലങ്ങൾ ചെയ്തു തീർക്കുകയാണ്. നിമിത്തമാണിതൊക്കെ നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതായത് when I was in college, when I was 18 years old, ആരൊക്കെയോ വന്ന് കർമ്മയോഗം, ഭക്തിയോഗം പിന്നെ ജ്ഞാനയോഗം ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു. ലൈക്ക് I don't find any difference. It's almost it's same.
I didn't find anything new. Like, the only thing of practice of jnana is given here. Other than that, അതായത് ഇന്നേ വരെ എല്ലാവരും ഗീത വായിക്കുന്നുണ്ട്, ദിവസവും അത് വായിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ എവിടെയാണ് ഡിഫറൻസ് ഉണ്ടാവുന്നത്? പ്രാക്ടീസ് ചെയ്യുന്നില്ല. പ്രാക്ടീസ് അല്ല കാര്യം, പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നതല്ല, അവേക്കനിങ്ങിൻ്റെ കാര്യമാണ്. അതായത് നിങ്ങൾ ഗീത വായിച്ചതിന് ശേഷം ആരെങ്കിലും ചോദിക്കും ആത്മാവെന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഉടനെ നിങ്ങൾ ഉത്തരം പറയും, ആത്മാവിന് മരണമുണ്ടാവില്ല, അത് ശാശ്വതമാണ്, നശിക്കുന്നതല്ല, സ്പർശിക്കാനാവില്ല, ആർക്കും അതിനെ പുറത്തെടുക്കാൻ സാധിക്കില്ല, അതിനെ നിർജീവമാക്കാനാവില്ല, അഗ്നിക്ക് അതിനെ കത്തിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ആത്മാവിൻ്റെ സർവ്വഗുണങ്ങളും നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഉള്ളിലെ ചിന്ത എന്തായിരിക്കും? ആത്മാവ് ഇങ്ങനെയാണ്, അങ്ങനെയാണ്. അതൊരു തേർഡ് പേഴ്സൺ ആണെന്ന വിധത്തിലായിരിക്കും നിങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത്. തേർഡ് പേഴ്സണെ പോലെ അല്ല, ഞാൻ എന്ന ഫേസ്റ്റ് പേഴ്സൺ ആയിട്ടാണത് പറയേണ്ടത്. എന്നെ സ്പർശിക്കാനാവില്ല, എനിക്ക് നാശമുണ്ടാവില്ല, നിർജീവമാക്കാനാവില്ല, സൂക്ഷ്മമാണ്, മരണമില്ലാത്തവനാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ശുദ്ധാത്മാവാണ്, ഞാനാണ് അതെല്ലാം. ഈ ഡിഫറൻസാണ് ഗീത വായിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതാണ് ഈ ജ്ഞാനദീക്ഷ ലഭ്യമാക്കുമ്പോഴും അത് പരോക്ഷമാണ്, ഇത് പ്രത്യക്ഷമാണ്. അത് ഇൻഡയറക്റ്റ് ആണ്, ഇത് ഡയറക്റ്റ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു അവേക്കനിങ് ഉണ്ടാവുന്നു. ഞാനാണത്, ഞാനാണ് ആത്മാവ്. കോടാനുകോടി വർഷങ്ങളായി ആത്മാവ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവേക്കനിങ് ഉണ്ടാവുന്നില്ല അല്ലേ? ഞാനാണത് എന്ന അവേക്കനിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് വരേക്കും അതിന് പ്രത്യക്ഷമായ ജ്ഞാനികൾ വേണ്ടിവരും. മനസ്സിൽ നിന്ന് മനസ്സിലേക്കുള്ള ജ്ഞാനം ലഭ്യമാക്കണം. ബാക്കി വാക്കുകളെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ജൈനമതത്തിലും ഹിന്ദുമതത്തിലും ഗീതയിലും എല്ലാം ആത്മാവിനെ പറ്റി പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം ഡിക്ഷണറിയുടെ പുറമേ ഉള്ള വാക്കുകളല്ല. എന്നാൽ വേർഡിങ്സ് വെവ്വേറെയായിരിക്കും. പക്ഷേ അവയുടെ പിന്നിലുള്ള പ്രത്യക്ഷമായ അനുഭവങ്ങളുണ്ടല്ലോ, അത് നിയമങ്ങളാണ്, ഫോഴ്സാണ്, പവറാണ്, സ്പീച്ചിൻ്റേതാണ്. അതാണ് പ്രവർത്തിക്കുന്നത്. ഭാവനയിൽ അത് ശരിയാണെന്ന് തോന്നും, പക്ഷേ റിയലിൽ അതല്ല സത്യം. ഇൻഡയറക്റ്റിലും ഡയറക്റ്റിലും എത്ര വ്യത്യാസമുണ്ടോ അത്രയും ഉണ്ടാവും. റിസൾട്ട് ഉണ്ടാവും അല്ലേ? മനസ്സിന് സമാധാനം ഉണ്ടാവും. റിസൾട്ട് ഉണ്ടാവും, നിങ്ങളുടെ മനസ്സിനകത്ത് സമാധാനമുണ്ടാവും, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ തോന്നും. പക്ഷേ നമ്മുടെ ഐഡിയകൾ എന്നെ സംബന്ധിച്ച് എല്ലാം കുഴഞ്ഞു മറിയുകയുള്ളൂ. അതുകൊണ്ട് ഫേസ്റ്റ് കണ്ടീഷൻ ആക്ച്വലി ആദ്യം ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ജ്ഞാനദീക്ഷയ്ക്ക് ശേഷം എനിക്ക് മനസ്സിലായി ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. അതെല്ലാം ജ്ഞാനദീക്ഷയ്ക്ക് ശേഷമാണ് മനസ്സിലായത്. റിയലൈസ് ആവുന്നു. റിയലി അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? അന്ന് അദ്ദേഹം അർജുനനോട് ഉപദേശിച്ചു കൊടുത്തു, അർജുനൻ മനസ്സിലാക്കി. ഇപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് നാം അറിയും. നിരുമാജി, നമ്മുടെ പല ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട്, അതായത് സ്ത്രീകൾക്ക് മോക്ഷം ലഭ്യമാവില്ല, സ്ത്രീകൾ അത് ലഭ്യമാവില്ല എന്ന്. എന്നാൽ ദാദാജി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സ്ത്രീക്കും മോക്ഷം പ്രാപ്തമാക്കാനാവില്ലെന്ന്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനാവുമോ? സ്ത്രീകൾക്കും മോക്ഷമുണ്ടെന്ന് ശ്രീകൃഷ്ണ ഭഗവാനും ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുന്നതൊക്കെ എവിടെ നിന്നാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത് എന്നറിയില്ല. സ്ത്രീകൾക്കും മോക്ഷം കിട്ടില്ല എന്ന് എഴുതുന്നവരുണ്ടല്ലോ, അവർ പുരുഷന്മാരായിരിക്കും. സ്ത്രീകൾ അങ്ങനെ എഴുതില്ലല്ലോ. പുട്ട് ഡൗൺ. പരിഹാരം ചെയ്താൽ തീർച്ചയായും സ്ത്രീക്കും മോക്ഷം കിട്ടും. ആത്മാവെല്ലാവർക്കും ഒരേപോലെ തന്നെ ഉള്ളതല്ലേ? ജാഗരൂകരാതെ ഇരുന്നാൽ എന്തും കടക്കാൻ സാധിക്കും. പക്ഷേ ജാഗരൂകത ഇല്ലെങ്കിൽ എല്ലാ കാര്യവും പ്രയാസകരമായിരിക്കും. നാം പറയുന്നു ഞാൻ ആത്മാവാണ്, ഞാൻ ശുദ്ധ ആത്മാവാണ്. ഇത് അഹങ്കാരത്തിൽ ഉൾപ്പെടില്ലേ?
അഹങ്കാരം എന്ന് പറയുന്നത് എന്തിനെയാണ്? നിങ്ങൾ അല്ലാതിരിക്കെ ഞാൻ അതാണെന്ന് പറയുന്നതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. നിങ്ങളുടെ പേരെന്താണ്? മോഹിനി. മോഹിനി. ഞാൻ മോഹിനിയാണെന്ന് പറയുന്നതാണ് അഹങ്കാരം. മോഹിനി നിങ്ങളുടെ സ്വന്തമല്ലല്ലോ. എന്റെ പേരാണ് മോഹിനി എന്ന്. എന്നിട്ടും ഞാനാണ് മോഹിനി എന്ന് നിങ്ങൾ കരുതുന്നില്ലേ? അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ആ ഭാവത്തെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. റോങ് ബിലീഫ് അഹങ്കാരം എന്ന് പറയുന്നു. സത്യത്തിൽ നിങ്ങൾ ആത്മാവാണ്. നിങ്ങൾ ആത്മാവ് മാത്രമാണ്. നിങ്ങൾ ആരാണെന്നത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആത്മാവാണെന്ന് പറയുകയാണെങ്കിൽ, മനസ്സിലാക്കിയതിന് ശേഷം ആഫ്റ്റർ റിയലൈസേഷൻ, അതിൻ്റെ പേര് അഹങ്കാരം എന്നല്ല. നിങ്ങൾക്കത് റിയലൈസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതാണെന്ന് പറഞ്ഞാൽ അതിനെയാണ് നാം അഹങ്കാരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അവയർനെസ് ഉണ്ടായിരിക്കണം. രണ്ട് കാര്യങ്ങളും വെവ്വേറെയാണ്. മോഹിനിയും ഞാനും വേറെയാണ്. ഇത് സെപ്പറേറ്റ് ആണ്. ഇത് ഉള്ളിൽ നിന്ന് ഓർമ്മയിലേക്ക് വരേണ്ട ഒന്നാണ്. അതിനുശേഷം പറഞ്ഞാൽ വിരോധമില്ല. ഞങ്ങളിപ്പോൾ ശുദ്ധാത്മാവായിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പുരുഷനാണെന്ന് പറയുന്നു. ശുദ്ധാത്മാവ് പുരുഷനും പ്രകൃതി സ്ത്രീയുമാണ്. അതിന്റെ അർത്ഥം ശുദ്ധാത്മാവായതിനു ശേഷമേ മോക്ഷമുണ്ടാവൂ എന്നാണോ? എന്തുണ്ടാവുമെന്ന്? മോക്ഷമുണ്ടാവൂ എന്ന്. അതിൽ സംശയമില്ല. ആത്മാവാണ് മോക്ഷത്തിലേക്ക് പോകുന്നത്. ബാക്കി ശരീരം ഇവിടെ തന്നെ കിടക്കുകയല്ലേ. ഒരു സ്ത്രീക്ക് മോക്ഷം ലഭിച്ചില്ലെങ്കിൽ പ്രകൃതിക്കാണ് മോക്ഷം ലഭിക്കാത്തതെന്നാണ് ഞാൻ കരുതുന്നത്. പുരുഷനായ ശേഷം ശുദ്ധാത്മാവായ ശേഷം മാത്രമേ മോക്ഷം പ്രാപിക്കാനാവൂ എന്ന്. വാസ്തവമാണ്. പ്രകൃതി പിന്നീട് ഫിനിഷ് ആവുന്നു. അത് ശരി തന്നെയാണ്. എനിക്കൊന്നും കൂടി ചോദിക്കാനുണ്ട്. നാം ഇപ്പോൾ ഒരു അമ്പലം നിർമ്മിച്ചാലും ജനങ്ങളെല്ലാം പറയുന്നു നിങ്ങൾ അഹങ്കരിക്കുകയാണ് എന്ന്. അഥവാ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ നല്ലത് പ്രകാരം നടക്കുകയാണെങ്കിൽ, താങ്കൾ പറഞ്ഞു വിശ്വാസമുണ്ടെങ്കിൽ അതിന് പ്രത്യാഘാതമൊന്നും ഉണ്ടാവില്ല എന്ന്. ഈ ജന്മത്തിൽ പ്രത്യാഘാതമൊന്നും ഉണ്ടാവില്ലെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ഞങ്ങളോട് വിശ്വസിക്കാൻ പറയുന്നത്? പ്രായശ്ചിത്തം തീർച്ചയായും ലഭിക്കുമെന്ന് പറയുന്നത് ഞങ്ങളുടെ വറീസ് ശമിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? അല്ലല്ല. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ്? അത് പ്രാർത്ഥനയാണല്ലേ. വിശ്വാസമല്ല, പകരം അത് പ്രാർത്ഥനയാണ്. ദേവീ ദേവന്മാരുടെ പ്രാർത്ഥനയാണ്. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ആർക്കും മനസ്സിലാക്കാനാവില്ല. എന്നാൽ വെറും ഈ പ്രാർത്ഥന കൊണ്ട് ദേവീ ദേവന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? അവർക്ക് ആ സ്ഥലത്ത് എന്തുമാത്രം അസ്വസ്ഥമുണ്ടോ, അവരുടെ ദിവ്യശക്തിക്ക് അവിടെ, അതായത് ആ ക്ഷേത്രത്തിൽ എന്തുമാത്രം സുരക്ഷയുണ്ട്, അതുവരെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതില്ലാതെ പോയാൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. ആ അസ്തിത്വത്തിൻ്റെ പുറമേ ഉള്ളതിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എത്രത്തോളം അധികാരമുണ്ടോ അത്രത്തോളം ചെയ്യാനാവും. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി അവരുടെ ചൈതന്യം അവിടെ ഉണ്ടെങ്കിൽ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് തരും. നിങ്ങൾക്ക് മനസ്സിലായോ? അവർ സർവ്വവ്യാപികളല്ലേ? ദേവീ ദേവന്മാർ എല്ലായിടത്തും ഉണ്ടാവും. അല്ല, ഭഗവാൻ സർവ്വവ്യാപിയാണ്. ദേവീ ദേവന്മാർ എന്നത് സർവ്വവ്യാപിയാണ്. അല്ല, താങ്കൾ ജ്ഞാനദീക്ഷയിൽ പറഞ്ഞില്ലേ സർവ്വവ്യാപികളായ ദേവീ ദേവന്മാർക്ക് നമസ്കാരമെന്ന്? നോ. നിഷ്പക്ഷരായ ദേവീ ദേവന്മാർക്ക് നമസ്കാരം. ഇല്ല. സർവ്വവ്യാപിയുടെ ദൂതന്മാരായ ദേവീ ദേവന്മാർ സർവ്വവ്യാപിയുടെ ദൂതന്മാരാണവർ. അവർ സർവ്വവ്യാപികളല്ല. ദേവീ ദേവന്മാർക്ക് അധികാരമുണ്ടായിരുന്നെങ്കിൽ മോക്ഷത്തിലേക്ക് പോകാമായിരുന്നല്ലോ. എന്തിനാണ് ഈശ്വരനോട് അപേക്ഷിക്കുന്നത്? അവർക്ക് അതിനുള്ള അധികാരമില്ല. ഇനിയും അവർ പ്രാപിച്ചിട്ടില്ല. ദേവീദേവന്മാർ നിഷ്പക്ഷരാണ്, അതായത് സ്വാർത്ഥരല്ല. അവർക്ക് അധികാരമില്ല, പക്ഷേ നിഷ്പക്ഷരാണ് അവർ. അവർക്ക് ഭഗവാൻ സർവ്വവ്യാപികളായിരിക്കാനുള്ള അധികാരം നൽകിയിട്ടില്ല, പക്ഷേ അവർ തീർച്ചയായും നിഷ്പക്ഷർ തന്നെയാണ്. നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. വെൻ വി ഡു പ്രേയേഴ്സ്, അപ്പോൾ ആ ദേവീദേവന്മാർ നമുക്ക് ഫേവറായി പ്രവർത്തിക്കില്ലേ? അപ്പോൾ അവർ നമ്മുടെ പക്ഷത്താവുന്നില്ലേ? ലൗകികതയ്ക്കായി ചോദിക്കരുത്. ലൗകികതയ്ക്കായി ദേവീദേവന്മാരോട് ഒന്നും ചോദിക്കരുത്. ശക്തി നൽകണേ, ലോകത്തിൻ്റെ നന്മയ്ക്കായി സഹായിക്കൂ. പേഴ്സണലായി ദേവീദേവന്മാരോട് ചോദിക്കരുത്. നാം അവരെ നമസ്കരിക്കേണ്ടതാണ്. പക്ഷേ നമുക്ക്
ഭൗതിക വസ്തുക്കളൊന്നും ചോദിക്കരുത്. വി ഷുഡ് നോട്ട് ആസ്ക് ഫോർ എനി ഓഫ് ദീസ് വേൾഡ്ലി തിങ്സ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് ബുദ്ധിയല്ലേ? അത് ശരി തന്നെയാണ്. നമുക്കെപ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകൾ മാത്രമേ കാണൂ. ബുദ്ധിയാണത് കാണിച്ചു തരുന്നത്. സ്വന്തം തെറ്റുകൾ കാണിച്ചു തരുന്നത് നമ്മുടെ പ്രജ്ഞയാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുമ്പോൾ കർമ്മദോഷത്തിലേക്ക് പ്രവേശിക്കുന്നു. സ്വന്തം കുറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അവയിൽ നിന്ന് വിമോചിതരാവുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നാമാണ്. ദോഷത്തിൽ നിന്ന് വിമുക്തരാവണോ അതോ അതിൽ കുടുങ്ങിക്കിടക്കണോ? രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ ഉള്ളിൽ നോക്കിയാൽ, ഇൻട്രോസ്പെക്ഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ, നാം ആരുടെയെല്ലാം തെറ്റുകുറ്റങ്ങളാണ് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് എത്രത്തോളം കണ്ടുപിടിച്ചിരിക്കുന്നു, എങ്ങനെയാണത് കണ്ടുപിടിച്ചത്, സ്വന്തം ദോഷങ്ങൾ എത്ര എണ്ണം കണ്ടുപിടിച്ചിരിക്കുന്നു, നാം എന്തുമാത്രം നമ്മുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കുന്നു, അത്രത്തോളം നമുക്ക് ആ ദോഷങ്ങളിൽ നിന്ന് വിമുക്തരാവാൻ കഴിയും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആരായുന്നിടത്തോളം കാലം നമ്മുടെ കണക്ക് ഓരോന്നായി കൂടിക്കൊണ്ടേയിരിക്കും. പല ബുദ്ധിമുട്ടുകളിലും കുടുങ്ങുകയും ചെയ്യും. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കില്ല. അഥവാ ആരുടെയെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചാൽ അതിന് പരിഹാരം ചെയ്യൂ. ശുദ്ധാത്മാവിനെ അത് കാണാനുള്ള റൈറ്റ്സ് ഉള്ളൂ. നിരുമാജി, ഞങ്ങൾ ഇതുവരെ ശ്രീകൃഷ്ണ ശരണം നമ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ മറ്റു ചില ക്രിയകളും ചെയ്തുകൊണ്ടിരുന്നു. അതിൽ നമുക്ക് പലതും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. എന്നാൽ ആ അകർമ്മജ്ഞാനം പറയുന്നുണ്ടാവും, നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ടാവും. എന്നാൽ താങ്കൾ പറയുന്നു ചരണവിധി ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ. അത് ക്രിയകളിൽ ഉൾപ്പെടുന്നതല്ലേ? അതായത് ഈ ചരണവിധി അത് ശുദ്ധാത്മാവിന് ചെയ്യേണ്ടി വരുന്നില്ല, അശുദ്ധാത്മാക്കളാണ് ചെയ്യേണ്ടത്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാനാണത് ചെയ്യേണ്ടത്, ഞാനാണത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ഇതാണ് അകർമ്മം. എന്നാൽ ജ്ഞാനദീക്ഷ നേടിക്കഴിഞ്ഞതിന് ശേഷം അതിനും ഇതിനും വ്യത്യാസമുണ്ടായിരിക്കും. ഞാൻ ചരണവിധി ചെയ്യുന്നില്ല, ഞാൻ പരിഹാരം ചെയ്യുന്നില്ല, ഞാൻ ശുദ്ധാത്മാവാണ്, ശുദ്ധാത്മാവിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഹൻസ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യേണ്ടി വരും. ഹൻസ ആരെങ്കിലും ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹൻസ തന്നെ പരിഹാരം ചെയ്യേണ്ടി വരും. അപ്പോൾ ശുദ്ധാത്മാവിന് മോക്ഷം ലഭ്യമായി, ശുദ്ധാത്മാവ് വിമുക്തമായി. എന്നാൽ ഇനി ഹൻസയും വിമുക്തി നേടേണ്ടതാണ്. ഹൻസ വിമുക്തയാവാൻ ചെയ്യേണ്ടത് ചെയ്തേ തീരൂ.